ഇത് കൊല്ലം ജില്ലയിൽപ്പെട്ട പരവൂരിലെ നെടുങ്ങോലം രാമറാവു മെമ്മോറിയൽ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി. 1894 സ്ഥാപിതമായ ഈ ആശുപത്രി 12 ഏക്കറോളം വരുന്ന വിശാലമായ ഒരു തെങ്ങിൻ തോപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ധർമാശുപത്രിയുടെ ദൈനംദിന ചിലവുകൾക്കാവശ്യമായ വരുമാനം കൃഷിയിലൂടെ കണ്ടെത്തുക എന്ന ലക്ഷ്യം അന്നത്തെ രാജാവിന് ഉണ്ടായിരുന്നതുകൊണ്ടാവാം ഇത്രയേറെ സ്ഥലം ആശുപത്രിക്കായി അന്ന് അനുവദിച്ചത്. സ്വാശ്രയ സംരംഭങ്ങൾ ഒരു നാടിന്റെ പുരോഗതിക്ക് എത്ര പ്രധാനപ്പെട്ടതാണ് എന്ന ചിന്ത 120 വർഷങ്ങൾക്ക് മുൻപേ ഇവിടെ ഇങ്ങനെ ഒരു ആശുപത്രി സ്ഥാപിച്ച നമ്മുടെ രാജാക്കന്മാർക്കുണ്ടായിരുന്നു എന്നത് പുതിയ കാലത്തെ അധികാരികൾക്ക് പ്രചോദനമാവേണ്ടതാണ്. എന്നാൽ ജനാധിപത്യത്തിന്റെ വരവോടെ ഈ സർക്കാർ ആശുപത്രിയുടെ സ്വാശ്രയത്വം ജനപ്രതിനിധികളിലുള്ള ആശ്രയത്തിന് വഴിമാറിക്കൊടുക്കുകയായിരുന്നു. അതോടെ നെടുങ്ങോലം രാമറാവു മെമ്മോറിയൽ ആശുപത്രി വളപ്പിലെ കൃഷികൾ പതുക്കെ പതുക്കെ മാഞ്ഞു പോകാൻ തുടങ്ങുകയായിരുന്നു എന്ന് ഇവിടുത്തെ പഴമക്കാർ പറയുന്നു. ആശുപത്രിയുടെ മാറി മാറി വന്ന ചുമതലക്കാരായ പഞ്ചായത്ത് അധികൃതർ, കാലാകാലങ്ങളിൽ ലേലം ചെയ്തു കൊടുക്കുന്ന ഭൂമി സ്വന്തമാക്കിയവർ അവിടെ കൃഷി ചെയ്യുന്നുണ്ടോ എന്ന് പോലും പഞ്ചായത്ത് അധികൃതർ അന്വേഷിച്ചിരുന്നില്ല എന്ന് വേണം കരുതാൻ. കാരണം ലേലം കഴിഞ്ഞും ഈ ഭൂമി കാടും പടലും കയറി ആർക്കും പ്രയോജനപ്പെടാതെ തരിശായി തന്നെ കിടന്നു എത്രയോ കാലം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഒരു കോളേജ് പ്രൊഫസർ രാമറാവു മെമ്മോറിയൽ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് ചുറ്റിലും കാട് കയറി കിടന്നിരുന്ന 12 ഏക്കർ സ്ഥലം 10,000 രൂപയ്ക്ക് 2 വർഷക്കാലം കൃഷി നടത്തി ആദായമെടുക്കാനുള്ള അവകാശം മുനിസിപ്പാലിറ്റി അധികൃതരിൽ നിന്ന് കരസ്ഥമാക്കുന്നത്. ഇത് പ്രൊഫസർ ശിവപ്രസാദ്. കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രിയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ഡോക്ടർ യശോനാഥ് സുബ്രഹ്മണ്യത്തിന്റെ കീഴിൽ ട്രെയിനിങ്ങും ഫെലോഷിപ്പും ഉള്ള പ്രശസ്തനായ കോളേജ് അധ്യാപകൻ. കൊല്ലം ജില്ലയിലെ നെടുങ്ങോലം പ്രദേശത്തെ ഈ രാമറാവു മെമ്മോറിയൽ താലൂക്ക് ആശുപത്രി ഏകദേശം 1894 സ്ഥാപിതമായതാണ്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 12.5 ഏക്കറോളം ഒറ്റ കോമ്പൗണ്ടായിട്ട് ഈ ഒരു ഇവിടെ ഈ ആശുപത്രി നിലനിൽക്കുകയാണ്, കോമ്പൗണ്ടിൽ നിലനിൽക്കുകയാണ്. നമുക്കതിനകത്ത് ഏകദേശം 1 ഏക്കറോളം മാത്രമേ ആശുപത്രിയുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗപ്പെടുന്നുള്ളൂ. ഇവിടെ ഞാൻ വരുന്ന സമയത്ത് എല്ലാം കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. പലതവണ പത്രത്തിലെല്ലാം പാമ്പിൻ്റെ പ്രശ്നം, ഇവിടെ പാമ്പുകൾ ഇടയ്ക്കിടയ്ക്കായിരുന്നു. അതുപോലെ തൊട്ടയൽവക്കത്തുള്ള വീട്ടുകളിലെ പട്ടികളെ കടിച്ചു കൊല്ലുന്നു. ഈ ദേശം കൂടെ മന്ത്രിമാർക്ക് വരെ പരാതി പോയ ഒരു സ്ഥലമാണിത്. അങ്ങനെ മുനിസിപ്പാലിറ്റിയായിട്ട് നമുക്ക് പലതവണ ബന്ധപ്പെടുകയും അവർ ഇത് ലേലം കൊടുക്കുകയും വാർഷിക രീതിയിൽ മേലാദായം കീഴാദായത്തിനും കൊടുക്കുകയും നമുക്കിപ്പോൾ അതെല്ലാം കാട് വെട്ടിത്തെളിച്ച് ആദ്യം ദിനേശ് എന്ന് പറഞ്ഞ ഒരാൾ അതിൻ്റെ ചീനി കൃഷി നടത്തി പുള്ളി അതിൻ്റെ ലാഭം എടുത്ത് പോയി. പിന്നെ രണ്ടാമത് നമുക്ക് ലേലം കൊടുത്തപ്പോൾ ആണ് നമുക്ക് ഈ പ്രൊഫസർ ശിവപ്രസാദ് സാറിനെ ലഭിക്കുകയും അത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. കാരണം ഈ ഇത്രയും ഏക്കർ പുള്ളി ഒരുപാട് കാശിറക്കി അതെല്ലാം വൃത്തിയാക്കി. അതോടൊപ്പം നമുക്ക് ഈ ജൈവ കൃഷി നമ്മുടെ ആശുപത്രിയിലെ സ്റ്റാഫുകളായാലും കൂടെയുള്ള പുറത്തുള്ള ആൾക്കാരെല്ലാം ഈ ജൈവ കൃഷിയിലെ വിളവ് അവരെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോവുകയും നമുക്ക് അത് തന്നെ ഒരു ആരോഗ്യത്തിന് നല്ലൊരു ശീലമായി മാറുകയും ചെയ്തിരിക്കുകയാണ് ഈ ദേശത്ത്. അപ്പോൾ വളരെ ചെറുപ്പത്തിലെ കോളേജ് അധ്യാപകനായി ജോലി ലഭിച്ചതുകൊണ്ട് വിദ്യാഭ്യാസം എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയായിരുന്നു. അധ്യാപനം എനിക്ക് ആത്മാവ് പോലെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ അധ്യാപകനായി. 10ാം ക്ലാസ് പാസ്സായപ്പോൾ തൊട്ടടുത്ത ട്യൂട്ടോറിയലിൽ 10ാം ക്ലാസ്സിൽ തോറ്റ കുട്ടികളെ പഠിപ്പിക്കുന്ന കണക്കധ്യാപകനായിട്ടാണ് 16ാമത്തെ വയസ്സിൽ ഞാൻ ആദ്യമായി ചോക്ക് പിടിച്ചത്. അതിനുശേഷം സ്വന്തമായി ട്യൂഷൻ എടുത്തും ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പ്രീഡിഗ്രി വിദ്യാർത്ഥികളെയും MScക്ക് പഠിക്കുമ്പോൾ ഡിഗ്രി വിദ്യാർത്ഥികളെയും കെമിസ്ട്രിയും കണക്കും പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ വിദ്യാഭ്യാസം തന്നെ പൂർത്തിയാക്കിയത്. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഉടൻ തന്നെ എനിക്ക് അധ്യാപകനായി ജോലി ലഭിക്കുകയും കൂടുതൽ സർവീസ് ലഭിക്കുകയും വളരെ ആവേശത്തോടു കൂടി ഞാൻ എൻ്റെ വിഷയങ്ങൾ മറ്റെന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും പഠിപ്പിക്കുന്ന വിഷയങ്ങൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കി കുട്ടികളെ അതിൻ്റെ മുഴുവൻ ഭാവവും മുഴുവൻ അർത്ഥവും ഉൾക്കൊള്ളത്തക്ക തരത്തിൽ പഠിപ്പിക്കുക എന്നുള്ളത് എനിക്ക് വളരെ ആവേശകരമായ
ഒരു പ്രവൃത്തിയായിരുന്നു. അപ്പോൾ പിന്നീട് ആ മേഖലയിൽ അത്തരം താല്പര്യങ്ങൾ മുൻപ് പറഞ്ഞ കാരണങ്ങളാൽ കുറഞ്ഞു വന്നപ്പോൾ ആ മേഖല എനിക്ക് വളരെ ബോറായി തോന്നുകയും മാത്രവുമല്ല ആ മേഖലയിൽ ഇത്തരം നിലവാരം കാത്തു സൂക്ഷിക്കേണ്ട അധ്യാപക വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അതിനപ്പുറത്ത് തങ്ങളുടെ അജ്ഞാനവർത്തികളായ ആളുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലേക്ക് മാറിപ്പോയ ഒരു രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷം കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ അധ്യാപക ജോലി ഉപേക്ഷിച്ച് പോരേണ്ടി വന്നത്. ഉപേക്ഷിക്കുകയല്ല, വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് പോരേണ്ടി വന്നു. വോളണ്ടറി റിട്ടയർമെൻറ്റ് വാങ്ങുമ്പോഴും എനിക്ക് പൂർണ്ണമായി സർവീസ് വാങ്ങി പുറത്തു വരുന്നവരുടെ അത്രയും തന്നെ സർവീസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കൃഷി ഞങ്ങൾക്ക് വളരെ ആവേശകരമായ ഒരു അനുഭവമായിരുന്നു. കുഞ്ഞുനാളിൽ ഞങ്ങളുടെ വീട്ടിൽ വെറ്റില പറിച്ചും അതുപോലെ തന്നെ വെറ്റില അടുക്കിയും പശുവിന് പുല്ലറുത്തും പശുക്കളെ മേച്ചും ഒക്കെ വളർന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ് ഞാൻ വിദ്യാർത്ഥിയായും അധ്യാപകനായും വന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ നല്ലൊരു കൃഷിക്കാരനായിരുന്നതുകൊണ്ട് കൃഷി എനിക്ക് വളരെ ആവേശകരമായ ഒരു തൊഴിലായിരുന്നു. കൃഷിയുടെ മർമ്മം അറിയുക എന്നുള്ളത് പണ്ടേ ഞാൻ അഭ്യസിച്ചിരുന്നു എന്നുള്ളതാണ്. അതെൻ്റെ അച്ഛനിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നമ്മുടെ പറമ്പിൽ പണിയാൻ വരുന്ന നല്ല കർഷക തൊഴിലാളികളിൽ നിന്നും കൃഷിയുടെ മർമ്മമെന്ത്, മണ്ണും വെള്ളവും എങ്ങനെയാണ് ഒരു ചെടിക്ക് ഗുണപരമായി കൊടുക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പ്രാഥമിക പാഠങ്ങൾ ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രാമറാവു ഹോസ്പിറ്റലിൽ തരിശായി കിടന്ന കുറേ അധികം ഏക്കർ, 12ഓളം ഏക്കർ നമ്മൾ എല്ലാ വർഷവും ലേലം ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് കൃഷി ചെയ്യാനായിട്ട് അങ്ങനെ ആരും പൊതുവെ വന്നിട്ടില്ല. എങ്കിൽ പോലും നമ്മൾ ഈ ഇതിനകത്തുള്ള ഫലവൃക്ഷങ്ങളൊക്കെ വർഷം തോറും ലേലം ചെയ്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെ ലേലം ചെയ്ത് കൊടുത്തപ്പോൾ നമ്മുടെ ശിവപ്രസാദ് സാർ അദ്ദേഹം വരികയും ഈ പുരയിടം അല്ലെങ്കിൽ ഈ 12ഓളം ഏക്കർ നന്നായിട്ട് കൃഷി ചെയ്യാനൊരു സംവിധാനം അദ്ദേഹം ചെയ്യാമെന്ന് പറയുകയും വളരെ സന്തോഷത്തോടെ നഗരസഭ വളരെ തുച്ഛമായ എമൗണ്ട് മാത്രം വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ലേലം ചെയ്തേ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം നഗരസഭയ്ക്ക് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങൾക്കുള്ള എല്ലാ സ്ഥലങ്ങളും നഗരസഭ വർഷാവർഷം ലേലം ചെയ്തേ കൊടുക്കാൻ പറ്റുള്ളൂ. അതൊരു പ്രൊസീജിയറാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വളരെ കുറച്ച് പൈസ മാത്രം നമ്മൾ ലേലം ചുമത്തിക്കൊണ്ട് അല്ലെങ്കിൽ ലേലം വാങ്ങിക്കൊണ്ടാണ് നമ്മൾ ഈ പുരയിടം 12 ഏക്കറോളം അദ്ദേഹത്തിന് സർവ്വസ്വാതന്ത്ര്യമായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ പ്രതീക്ഷയിൽ നിന്ന് അപ്പുറത്തേക്ക് അദ്ദേഹം നന്നായിട്ടത് ആ ഭൂമി അല്ലെങ്കിൽ ഇത്രയധികം സ്ഥലം വിനിയോഗിക്കാൻ സാധിച്ചു. കാരണം എല്ലാത്തരം കൃഷികളും അദ്ദേഹത്തിനൊരു സ്വന്തം കഴിവ് കൊണ്ട്, കാരണം ഒത്തിരി ലക്ഷങ്ങൾ മുടക്കിയാണ് അദ്ദേഹം ഇത് ചെയ്തുവെങ്കിലും കുറച്ചധികം സൗകര്യങ്ങൾ മാത്രമേ നഗരസഭയിൽ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. എങ്കിൽ പോലും ആ കൊടുത്ത സൗകര്യങ്ങളെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് തന്നെ നല്ല കീടനാശിനികൾ ചേർക്കാത്ത നല്ല ഫ്രഷായ പച്ചക്കറി കൊടുക്കാനും പഴവർഗ്ഗങ്ങൾ കൊടുക്കാനും ആ സാധനം സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സംരംഭം നമ്മളെല്ലാവരും നല്ല അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന കാര്യമാണ്. കാരണം ഞങ്ങളിവിടെ നവംബർ 1 കേരള പിറവി ദിനമായ അന്ന് ഒരു വിളവെടുപ്പ് മഹോത്സവം പോലെ തന്നെ MLAയും മറ്റെല്ലാവരും കൂടെ വന്ന് നമ്മളത് നടത്തുകയും ചെയ്തിരുന്നു. ഇതൊരു പബ്ലിസിറ്റി, കാരണം ജനങ്ങൾക്ക് അറിയുക, കാരണം ഈ പരവൂർ നഗരസഭയിൽ ഇത്രയധികം കൃഷി ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടെന്നും ഇത്രയധികം നല്ല കൃഷി ചെയ്യുന്നുവെന്നും അറിയുക എന്നുള്ള വളരെ സന്തോഷമാണ്. തീർച്ചയായിട്ടും അതിന് മുൻകൈ എടുക്കുന്ന അദ്ദേഹത്തിന് ഞങ്ങൾ പരമാവധി പ്രോത്സാഹനം കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ വർഷാവർഷം ലേലം ചെയ്യുക എന്നുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുനിസിപ്പാലിറ്റിയുടെ പ്രൊസീജിയറാണ്. ഇദ്ദേഹത്തിന് തന്നെ ഞങ്ങൾ അടുത്ത 2-3 വർഷം ലേലം ചെയ്ത് കൊടുക്കാനുള്ളൊരു ധാരണ ഞങ്ങൾക്കുണ്ട്. കാരണം അദ്ദേഹത്തിന് മുടക്കിയ മുതലൊക്കെ, കാരണം ഇപ്പം ഞാൻ പറഞ്ഞു നേരത്തെ സൂചിപ്പിച്ചു ഒത്തിരി അദ്ദേഹം പറഞ്ഞ 15 ലക്ഷം രൂപയോളം ഇതിനകത്ത് ചിലവഴിച്ചു എന്നാണ്. അപ്പോൾ അതിലുള്ള ലാഭം അദ്ദേഹത്തിന് ഇതുവരെ കിട്ടി തുടങ്ങിയിട്ടില്ല. തീർച്ചയായിട്ടും ഒരു 3-4 വർഷം അദ്ദേഹത്തിന് കൊടുത്തെങ്കിൽ മാത്രമേ ഈ പുരയിടത്തിൽ ഈ കൃഷി ചെയ്തതിൻ്റെ ഒരു ലാഭം അദ്ദേഹത്തിന് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരാൾ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് വരുന്ന കർഷകരെ അല്ലെങ്കിൽ ആ ഒരു ഇച്ഛാശക്തിയോടുകൂടി വരുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് തന്നെ ഈ പുരയിടം 2-3 വർഷം നമുക്ക് കൊടുക്കാനുള്ളൊരു സംവിധാനം ഞങ്ങൾ തീർക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുറേ അധികം പച്ചക്കറി കൃഷി, ഇവിടെ വാഴയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇദ്ദേഹം സാർ നട്ടിട്ടുള്ളത്, ധാരാളം പച്ചക്കറിയും കൂടെ. കാരണം ഇവിടെയൊക്കെ നമ്മുടെയൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കീടനാശിനികൾ കലർന്ന ഭക്ഷ്യ സാധനങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു അറുതി വരുത്താൻ വേണ്ടി ഇവിടെ തന്നെ ധാരാളം സ്ഥലങ്ങൾ ഭൂമി ഇനിയും കിടക്കുകയാണ് വെറുതെ. അപ്പോൾ അതിനകത്തെല്ലാം നല്ല പച്ചക്കറി കൃഷി ചെയ്യുന്ന സംവിധാനം ഉണ്ടാവണം. അദ്ദേഹത്തിന് വെള്ളത്തിനാണ് കുറച്ചൊരു ബുദ്ധിമുട്ടൂടെ പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ തന്നെ ഈ ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ ഏകദേശം 3ഓളം കിണറുകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം വെള്ളത്തിനുള്ള ആവശ്യമുള്ള വെള്ളം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും പോരാന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും കുറേ ആ വെള്ളത്തിൻ്റെ ഒരു സോഴ്സ് കൂടെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്.
അപ്പോൾ അതിനുള്ള സംവിധാനം മുനിസിപ്പാലിറ്റിയായിട്ട് ആലോചിച്ച് എങ്ങനെ ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്ന് അന്വേഷിച്ചതിന് ശേഷം, അല്ലെങ്കിൽ അതിൻ്റെ നിയമ തടസ്സമൊന്നും ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വേണ്ടുന്ന വെള്ളത്തിനുള്ള സോഴ്സ് കൂടെ നഗരസഭ ചെയ്തു കൊടുക്കാൻ സന്നദ്ധരാണ് എന്ന് മാത്രമാണ് എനിക്കൊരു അവസരം സൂചിപ്പിക്കാനുള്ളത്. ഏതാണ്ട് 14 കൊല്ലത്തോളം ഈ വസ്തുക്കൾ മുഴുവൻ കാട് പിടിച്ച് ഒരു തരത്തിലുള്ള കൃഷിയുമില്ലാതെ തെങ്ങുകളെല്ലാം തകർന്ന് കിടക്കുകയായിരുന്നു. ഈ കൗൺസിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇവിടെ കൃഷി ചെയ്യണമെന്നുള്ള ഈ കൗൺസിലിൻ്റെയും വാർഡ് കൗൺസിലർ എന്ന നിലയിൽ എൻ്റെയും ഇവിടുത്തെ ഈ ആശുപത്രിയുടെ ഡോക്ടറായിട്ടുള്ള ശ്രീ രാജ് സാറിൻ്റെയും ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ആദ്യം ഈ 12.5 ഏക്കറിൽ മരച്ചീനി കൃഷി ചെയ്യുകയും അത് വൻപിച്ച വിജയം വരികയും ചെയ്തതാണ്. പക്ഷേ ആ കാലഘട്ടത്തിൽ തന്നെ മരച്ചീനിക്ക് പെട്ടെന്ന് വില ഇടിഞ്ഞതോടുകൂടി അത് ചെയ്ത കർഷകന് അത്ര മെച്ചപ്പെട്ട ലാഭം ഉണ്ടാക്കാൻ കഴിയാതെ പോയതുകൊണ്ട് വീണ്ടും ഇത് തരിച്ച് കിടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് സാർ ഒരാവശ്യമായി ഇവിടെ വരുമ്പം ഞാൻ ഈ സ്ഥലമെല്ലാം ഒന്ന് കൊണ്ട് കാണിക്കുകയും അങ്ങനെ സാർ ഇവിടെ കൃഷി ചെയ്യുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുകയും അങ്ങനെ മുനിസിപ്പാലിറ്റിയിൽ ഇതിനു മുമ്പ് ഇത് ലേലം കൊടുത്തിരുന്നത് ഏതാണ്ട് 65,000 രൂപയ്ക്കാണ് നേരത്തെ ഈ 14 കൊല്ലത്തിന് മുമ്പ് ലേലം കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മരച്ചീനി കൃഷി ചെയ്ത ആൾക്ക് 7,500 രൂപയ്ക്കാണ് മുനിസിപ്പാലിറ്റി പിന്നീട് കൊടുക്കുന്നത്. ശിവപ്രസാദ് സാറിന് 10,000 രൂപയ്ക്ക് ഈ വസ്തുക്കളിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുകയും ഇവിടുത്തെ കിണറിലെ വെള്ളം മുഴുവൻ ഉപയോഗിക്കുന്നതിനും അതുപോലെ തന്നെ ഈ മറ്റ് സൗകര്യങ്ങൾ നമ്മളെ കൊണ്ട് കഴിയാവുന്ന ഈ നഗരസഭയ്ക്കും ഈ ആശുപത്രിക്കും കഴിയാവുന്ന മാക്സിമം സഹായം സാറിന് നൽകിക്കൊണ്ടാണ് ഈ കൃഷി ഇപ്പം ഇവിടെ തുടങ്ങിയത്. ബിരുദാനന്തര ക്ലാസ്സിൽ പ്രൊഫസർ ശിവപ്രസാദിന്റെ ക്ലാസും കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളുടെ മുമ്പിലേക്കല്ല ഇപ്പോഴദ്ദേഹം പോകുന്നത്. താൻ വിയർപ്പൊഴുക്കി നട്ടുവളർത്തിയ വാഴകളും പച്ചക്കറികളും പൂത്തുലഞ്ഞ് പ്രകാശം പരത്തി നിൽക്കുന്ന തന്റെ കൃഷിയിടത്തിലേക്കാണ്. ഒരിക്കൽ ഇവിടം കാടുകയറി കിടന്നിരുന്ന സ്ഥലമായിരുന്നുവെന്ന് ഇവിടുത്തെ പരിസരവാസികൾക്ക് പോലും ഇപ്പോൾ വിശ്വസിക്കാനാവില്ല. അത്രയ്ക്ക് ആകർഷകമായ ഒരു വാഴത്തോപ്പായി പച്ചക്കറി കൃഷിയിടമായി മാറിയിരിക്കുന്നു നെടുങ്ങോലം രാമറാവു മെമ്മോറിയൽ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി പരിസരം ഇന്ന്. കാടുകയറി കൂറ്റൻ പാറകൾ നിറഞ്ഞുകിടന്നിരുന്ന ഈ സ്ഥലം ഇങ്ങനെ കൃഷിയോഗ്യമാക്കി മാറ്റാനായി തന്റെ അധ്വാനത്തോടൊപ്പം ലക്ഷക്കണക്കിന് രൂപയും പ്രൊഫസർ ശിവപ്രസാദിന് മുടക്കേണ്ടി വന്നു. മണ്ണ് ഒരിക്കലും മനുഷ്യനെ ചതിക്കില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. ഒക്ടോബറിൽ ഭൂമി ലേലം പിടിച്ച അദ്ദേഹം ഡിസംബറിൽ തന്നെ വാഴകൾ നട്ടുതുടങ്ങി. തമിഴ്നാട്ടിൽ നിന്നാണ് കൃഷിക്കാവശ്യമായ വാഴത്തൈകൾ അദ്ദേഹം വാങ്ങിയത്. ഹോർട്ടിക്കൾച്ചർ മിഷനിൽ നിന്ന് 75,000 രൂപ ധനസഹായം ലഭിച്ചത് പ്രൊഫസർ ശിവപ്രസാദിന് ഈ അവസരത്തിൽ ഒരാശ്വാസമായിരുന്നു. ഇന്ന് 4,000-ഓളം ഏത്തവാഴകളും 1,000-ഓളം കപ്പവാഴകളും 750-ഓളം പാളയംതോടൻ വാഴകളും അത്ര തന്നെ ഞാലിപ്പൂവൻ വാഴകളും 250-ഓളം പൂവൻകുല വാഴകളും 300-ഓളം കദളിവാഴകളും വിവിധ നിറങ്ങളിൽ കുലവിടർത്തി നിൽക്കുന്ന കാഴ്ച ആരെയാണ് ആകർഷിക്കാത്തത്? വാഴ കൂടാതെ നടുതലകളായി 3,000 ചേനയും 1,500 കാച്ചിലും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. കൂടാതെ തക്കാളി, വെണ്ട, ചീര, പയർ, പച്ചമുളക് തുടങ്ങി വിവിധ ഇനം പച്ചക്കറികളും ഈ കൃഷിയിടത്തിൽ പ്രകാശം പരത്തി നിൽക്കുന്നു. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നിർദ്ദേശിക്കുന്ന അളവിൽ പ്രിൻസിപ്പിൾ ഓഫ് പ്രാക്ടീസിന് അനുസരിച്ച് ചെറിയ തോതിൽ രാസവളം കൊടുത്താണ് എല്ലാ കൃഷിയും നടത്തുന്നത്. രാസവളം നൽകുന്നുണ്ടെങ്കിലും കീടനാശിനികളൊന്നും ഉപയോഗിക്കുന്നില്ല. വേപ്പെണ്ണയും വെളുത്തുള്ളിയും ഉള്ള സോപ്പുമുള്ള മിശ്രിതമാണ് പച്ചക്കറിക്ക് നമ്മൾ കീടനാശിനിക്ക് പകരം ഉപയോഗിക്കുന്നത്. കീടനാശിനികൾ പ്രയോഗിക്കാത്തതുകൊണ്ട് പലപ്പോഴും ഉണ്ടാകുന്ന പച്ചക്കറിയുടെ അളവിൽ കുറവ് വരാറുണ്ട്. എത്ര നഷ്ടം സഹിച്ചാണെങ്കിൽ പോലും നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കാറില്ല. വിഷാംശമുള്ള നിരോധിക്കപ്പെട്ട ഒരു കീടനാശിനിയും ഇവിടെ ഉപയോഗിക്കുന്നില്ല. നാട്ടിൽ ധാരാളം ഏത്തവാഴ കൃഷി ഉണ്ടെങ്കിലും ആ നാടൻകുല നാടൻ പഴം എന്നൊക്കെ പറയുമ്പോഴും പല ആളുകളും തമിഴ്നാട്ടിൽ നിന്നും ഫ്യൂറോഡാൻ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന്
അത് വാഴ നടുമ്പോൾ തന്നെ വാഴക്കുഴിയിലിട്ടാണ് കൃഷി ചെയ്യുന്നത്. നമ്മളിവിടെ ഒരു കാരണവശാലും ഫ്യൂറഡാനോ അതുപോലെയുള്ള നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു കീടനാശിനിയും വാഴ നടുന്ന സന്ദർഭത്തിൽ പോലും ഉപയോഗിക്കുന്നില്ല. ശാസ്ത്രീയമായി വിത്ത് സംസ്കരിച്ച് നടുന്നത് മൂലം കീടനാശിനിയുടെ പ്രയോഗം ആവശ്യമായി വരാറേയില്ല. പ്രൊഫസർ ശിവപ്രസാദിന് കൃഷി ഒരാദായം മാത്രമല്ല, ആത്മസംതൃപ്തി നൽകുന്ന ഒരു ജീവിതചര്യ കൂടിയാണ്. ഭർത്താവ് പ്രൊഫസർ ശിവപ്രസാദിന്റെ കൃഷിയോടുള്ള സ്നേഹവും താൽപ്പര്യവും അതിലൂടെ അദ്ദേഹം അനുഭവിക്കുന്ന ആനന്ദവും സംതൃപ്തിയും കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ പുഷ്പകുമാരിക്കും സന്തോഷമുണ്ട്. എങ്കിലും അറിയപ്പെടുന്ന കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി പ്രൊഫസറായ അദ്ദേഹത്തിന്റെ ശാസ്ത്രരംഗത്തുള്ള അറിവും നേട്ടങ്ങളും വിദ്യാർത്ഥികൾക്കും അതുവഴി രാജ്യത്തിനും വേണ്ടത്ര ലഭിക്കാതെ പോകുന്നത് അദ്ദേഹത്തിന്റെ ഈ മുഴുവൻ സമയ കൃഷി തിരക്കുകൾ കാരണമാണെന്ന അഭിപ്രായം അദ്ദേഹത്തിന്റെ ഭാര്യ പുഷ്പകുമാരിക്കുണ്ട്. സെക്രട്ടേറിയറ്റിൽ നിന്ന് അഡീഷണൽ സെക്രട്ടറിയായി റിട്ടയർ ചെയ്ത പുഷ്പകുമാരി പക്ഷേ മിക്കപ്പോഴും ഭർത്താവിനൊപ്പം തങ്ങളുടെ കൃഷിയിടത്തിലെത്താൻ സമയം കണ്ടെത്താറുണ്ട്. എൻ്റെ ഭർത്താവ് കൊല്ലം SN കോളേജിൽ കെമിസ്ട്രി പ്രൊഫസറായിരിക്കെ വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്തിട്ടാണ് ഈ കൃഷിയിലോട്ട് തിരിഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ സർവീസിലുണ്ടായിരുന്നു. ഇപ്പം ഞാൻ സെപ്റ്റംബർ മാസത്തിലാണ് റിട്ടയർ ചെയ്തത്. സെക്രട്ടേറിയറ്റിലെ അഡീഷണൽ സെക്രട്ടറി ആയിട്ടാണ് വിരമിച്ചത്. അപ്പോൾ ഈ കൃഷിയിലോട്ടൊക്കെ പോയതുകൊണ്ട് നല്ലൊരു അറ്റംപ്റ്റാണത്. പണ്ട് തൊട്ടേ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃഷിയോട് താല്പര്യം ഉണ്ടായിരുന്നു. വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഇട്ടുണ്ടാക്കി കൃഷി ചെയ്തെടുക്കുന്ന പച്ചക്കറികൾ ഉപയോഗിക്കുക, അങ്ങനെയുള്ള ഒരു താല്പര്യം എല്ലാവരിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു ലാർജ് സ്കെയിലിൽ തുടങ്ങിയപ്പോൾ നല്ല അറ്റംപ്റ്റ് ആണെങ്കിൽ പോലും ഒരു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. സാമ്പത്തികമായിട്ടാണെങ്കിലും പിന്നെ വീട്ടിലെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. പിന്നെ പുള്ളി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഫീൽഡിൽ നിന്ന് മാറിയുള്ള ഒരു ഏരിയയാണ്. എങ്കിലും അത് വിജയകരമായിട്ട് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 4 മാസമായി ദിവസേന 750 മുതൽ 1000 രൂപയ്ക്ക് വരെ പച്ചക്കറികൾ ഇവിടെ നിന്ന് വിൽക്കുന്നു. പ്രതിമാസം പച്ചക്കറിയിൽ നിന്ന് മാത്രമായി 25,000-ഓളം രൂപ വരുമാനമുണ്ടാക്കാനാവും എന്ന് പ്രൊഫസർ ശിവപ്രസാദ് പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ കൃഷി ഈ ഭക്ഷ്യസുരക്ഷയുടെ കാലഘട്ടത്തിൽ ഒരു അതിജീവനത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. വിഷാംശമുള്ള കീടനാശിനികൾ ചേർത്ത് കേരളത്തിലേക്ക് വിടുന്ന പച്ചക്കറികൾ കഴിച്ചതുകൊണ്ട് കൂടിയാണ് വർദ്ധിച്ചു വരുന്ന ക്യാൻസർ, പ്രമേഹം തുടങ്ങിയ രോഗാതുരതയുടെ ഒരു അവസ്ഥയിലേക്ക് കേരളം അടിപ്പെട്ടു പോകുന്നത്. ഇതിന് പരിഹാരമായി കീടനാശിനികൾ ഉപയോഗിക്കാത്ത പഴം, പച്ചക്കറി, മറ്റ് ഭക്ഷ്യവസ്തുക്കൾ കൃഷി ചെയ്തെടുക്കുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കൃഷി എല്ലാ വീടുകളിലും ഉള്ള ഭൂമിയിൽ അവരവർ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ ആവശ്യത്തിനനുസരിച്ച് പച്ചക്കറിയും പഴവും ഭക്ഷ്യവസ്തുക്കളും ഉണ്ടാക്കണമെങ്കിൽ വളരെ വ്യാവസായികമായി തന്നെ കൃഷി ചെയ്യേണ്ടതുണ്ട്. കേരളത്തിൽ ലഭ്യമായ കൃഷിഭൂമിയിലെ നല്ലൊരു ശതമാനം തോട്ടവിളകൾ, നാണ്യവിളകൾ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. കേരളത്തിൽ ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി 25% സർക്കാർ ഭൂമി ഭക്ഷ്യവസ്തുക്കൾ കൃഷി ചെയ്യുവാൻ വേണ്ടി തന്നെ പാട്ട വ്യവസ്ഥയിൽ സർക്കാർ കൊടുക്കേണ്ടതാണ്. പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ ഭൂമി ലഭിച്ചാൽ മാത്രമേ ഹ്രസ്വകാല വിളകൾ പ്ലാൻ ചെയ്ത് ഡ്രിപ്പ് ഇറിഗേഷൻ വഴി, ഫെർട്ടിഗേഷൻ വഴിയൊക്കെ ചെയ്യാൻ കഴിയൂ. എനിക്ക് 2 കൊല്ലത്തേക്കാണ് ഈ ഭൂമി അനുവദിച്ച് കിട്ടിയത്. ഈ 2 കൊല്ലത്തിനുള്ളിൽ നമ്മൾ പണം മുടക്കി ഈ ഭൂമി കൃഷി ചെയ്യുമ്പോൾ അടുത്ത 2 കൊല്ലം കഴിയുമ്പോൾ ഈ ഭൂമി നമുക്ക് കിട്ടുമോ എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നതുകൊണ്ട് അത്തരം ശാസ്ത്രീയ രീതികളിൽ കൂടുതൽ പണം മുടക്കി കൃഷി ചെയ്യുവാൻ ആദ്യം എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലേബർ 80%-ഓളം 75%-ഓളം ലേബറാണ് കൃഷിക്ക്. ഈ 70% ലേബർ കുറച്ചൊക്കെ ഒഴിവാക്കിക്കൊണ്ടല്ലാതെ കൃഷി ആദായകരമാക്കി മാറ്റാൻ കഴിയില്ല. അതിന് യന്ത്രവൽക്കരണവും അതുപോലെ ആധുനിക കൃഷി രീതികളും അവലംബിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം ഒരു കൃഷി രീതി എനിക്കിവിടെ അവലംബിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് എൻ്റെ ആദ്യ വർഷ കൃഷി നഷ്ടത്തിൽ തന്നെ ആയിരിക്കും പോവുക. വരും ദിവസങ്ങളിൽ ഈ ഭൂമി ഒരു 1-2 ടേം കൂടി നീട്ടിക്കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഇവിടെ ഡ്രിപ്പ് ഇറിഗേഷനും മറ്റ് ശാസ്ത്രീയ മാർഗ്ഗങ്ങളിലൂടെയും കുറേ ലേബർ കമ്പോണൻറ്റ് കുറച്ചുകൊണ്ട് കുറേ കൂടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ കഴിയും. ലഭ്യമായ സർക്കാർ ഭൂമിയാകെ സമൂഹത്തിന് പ്രയോജനമുള്ളതാക്കാൻ വേണ്ടത്ര ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇനിയും കൂടുതലായി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ 4 ഇരട്ടി പച്ചക്കറികളെങ്കിലും ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷ എന്ന നമ്മുടെ വലിയ സ്വപ്നം കാനൽ ജലം പോലെ നമ്മുടെ മുന്നിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കും.
ലഭ്യമായ മണ്ണിലെല്ലാം നമുക്ക് ഇന്ന് തന്നെ കൃഷി ചെയ്തു തുടങ്ങാം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാഴപ്പഴത്തിൽ നിന്നും ജ്യൂസ്, വിത്ത് പരിശോധനയ്ക്ക് ലാബുകൾ. വിശദമായ വാർത്തകളിലേക്ക്. മുംബൈയിലെ ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്റർ വാഴപ്പഴത്തിൽ നിന്ന് വാണിജ്യ അടിസ്ഥാനത്തിൽ ജ്യൂസ് വേർതിരിക്കാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു. ബ്ലെൻഡിംഗ്, ഓട്ടോക്ലേവിംഗ്, സെൻട്രിഫ്യൂഗിംഗ് എന്നീ പ്രക്രിയകളിലൂടെ പൂർണ്ണമായും യന്ത്രസഹായത്താലാണ് ജ്യൂസ് വേർതിരിക്കുന്നത്. വാഴപ്പഴത്തിൻ്റെ ഭാരത്തിൻ്റെ 55% ജ്യൂസ് വേർതിരിക്കാം. സുതാര്യമായതും വാഴപ്പഴത്തിൻ്റെ ഫ്ലേവർ ഉള്ളതുമായ ജ്യൂസിൽ 25 മുതൽ 35% വരെ പഞ്ചസാര അടങ്ങിയിട്ടുണ്ടാവും. ഇത് 4 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള താപനിലയിൽ 3 മാസം വരെ സൂക്ഷിക്കാം. ജ്യൂസ് വേർതിരിച്ചെടുത്തതിന് ശേഷം ശേഷിക്കുന്ന പഴക്കുഴമ്പിനെ ഫ്രീസ് ഡ്രൈയിങ് എന്ന പ്രക്രിയയിലൂടെ ബനാന പൗഡർ ആക്കാവുന്നതാണ്. ഇതിനെ കേക്ക്, പൗഡർ തുടങ്ങിയ വിഭവങ്ങൾ ഉണ്ടാക്കാനും ബേബി ഫുഡായും ഉപയോഗിക്കാം. ബനാന ജ്യൂസ് ആരോഗ്യ പാനീയങ്ങളിൽ ചേർക്കാവുന്നതാണ്. സാങ്കേതിക വിദ്യ ലഭിക്കാൻ താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇനി പറയുന്നു: 02225500337. ഇമെയിൽ ഐ ഡി heat@barc.gov.in. മധുരച്ചോളം കേരളത്തിൽ ലാഭകരമായി കൃഷി ചെയ്യാമെന്ന് കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം നടത്തിയ കൃഷിയുടെ പരീക്ഷണങ്ങൾ വെളിപ്പെടുത്തി. 90-ാം ദിവസം വിളവെടുക്കാവുന്ന മധുരച്ചോളം വിപണിയിൽ ഏറെ പ്രിയമുള്ള ഉൽപ്പന്നമാണ്. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഇനി പറയുന്നു: 9847514726. ഇമെയിൽ ഐ ഡി va@yahoo.gov.in. കന്നുകാലികൾക്കുള്ള വേനൽക്കാല പരിചരണങ്ങൾ. പശുത്തൊഴുത്തിലെ ചൂട് കുറയ്ക്കാൻ തെങ്ങോല, വൈക്കോൽ, കവുകിൻ്റെ ഓല എന്നിവ മേൽക്കൂരയുടെ മുകളിലോ താഴെയോ വിരിക്കുക. രാവിലെയും വൈകിട്ടും മാത്രം ഖരാഹാരം നൽകുക. ഉച്ചയ്ക്ക് ആഹാരം കൊടുക്കാതിരിക്കുന്നതാണ് ഉചിതം. വൈക്കോലിനൊപ്പം പച്ചപ്പുല്ല്, പച്ചില, പച്ചക്കറികളുടെ തൊണ്ട്, തൊലി എന്നിവ നൽകാം. രാത്രി തീറ്റത്തൊട്ടി നിറയെ വെള്ളം നിറയ്ക്കണം. രാവിലെ 10 മണിക്ക് ശേഷം മേയാൻ വിടാം. തുറന്ന പറമ്പിൽ കാലികളെ കെട്ടിയിടരുത്. പച്ചക്കറികളുടെയും പയർവർഗ്ഗങ്ങളുടെയും വിത്തിന്റെ ഗുണമേന്മ പരിശോധിക്കാൻ കൃഷിവകുപ്പ് രംഗത്തെത്തി. വിത്തിന്റെ അങ്കുരണശേഷി, ഈർപ്പനില, പരിശുദ്ധി എന്നിവ പരിശോധിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ ഫലം നൽകാൻ 2 വിത്ത് പരിശോധനാ ലാബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലുള്ളവർക്ക് തിരുവനന്തപുരത്തെ ലാബിലും മറ്റ് ജില്ലകളിൽപ്പെട്ടവർക്ക് ആലപ്പുഴ ലാബിലും വിത്ത് പരിശോധിക്കാം. കർഷകർ നേരിട്ട് സമർപ്പിക്കുന്ന സാമ്പിൾ ഒന്നിന് 10 രൂപയാണ് പരിശോധനാ ഫീസ്. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടണം. കോഴിക്കോട് പെരുവണ്ണാമൂഴി കൃഷിവിജ്ഞാന കേന്ദ്രം മാർച്ച് 25-26 തീയതികളിൽ തേനീച്ച വളർത്തലിലും ശുദ്ധജല മത്സ്യകൃഷിയിലും പരിശീലനം സംഘടിപ്പിക്കുന്നു. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക: 9496134220. ഇമെയിൽ ഐ ഡി kvk.kalikat@gmail.com. മാവിനും പച്ചക്കറിക്കും ആവശ്യമായ ഫെറമോൺ കെണികൾ മണ്ണുത്തി കാർഷിക കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ലഭിക്കും. മാവിൻ്റെ കെണിക്ക് 100 രൂപയും പച്ചക്കറിക്കുള്ള കെണിക്ക് 150 രൂപയുമാണ് വില. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം: 8086405476. കോഴിക്കോട് ജില്ലയിൽ പരിശീലനം നേടിയ തെങ്ങുകയറ്റ തൊഴിലാളികളുടെ ലിസ്റ്റ് കോഴിക്കോട് കൃഷിവിജ്ഞാന കേന്ദ്രത്തിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റ് ഇനി പറയുന്നു:
www.kvkkalicut.gov.in. ഇനി കമ്പോള നിലവാരം. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ ക്വിൻ്റലിന് 12,400 രൂപ, കോഴിക്കോട് 13,300 രൂപ, തൃശൂർ 12,300 രൂപ. കൊപ്ര കൊച്ചി 8,800 രൂപ, കോഴിക്കോട് 8,780 രൂപ, തൃശൂർ 8,880 രൂപ. കുരുമുളക് അൺഗാബിൾഡ് ക്വിൻ്റലിന് 50,900 രൂപ, ഗാബിൾഡ് 52,900 രൂപ. ചുക്ക് മീഡിയം 23,000 രൂപ, ബെസ്റ്റ് 24,000 രൂപ. മഞ്ഞൾ സേലം 7,200 രൂപ, ഈറോഡ് 7,500 രൂപ. അടയ്ക്ക പുതിയത് 14,500-നും 15,500-നും ഇടയിൽ. കൊച്ചിയിൽ റബ്ബർ RSS 5 ഗ്രേഡിന് 14,350 രൂപ, RSS 4 ഗ്രേഡ് 14,880 രൂപ. കോട്ടയത്ത് റബ്ബർ RSS 5 ഗ്രേഡ് 14,400 രൂപ, RSS 4 ഗ്രേഡ് 14,875 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 12,400 രൂപ, മാർച്ച് അവധി 12,150 രൂപ, ഏപ്രിൽ അവധി 11,610 രൂപ, മെയ് അവധി 11,435 രൂപ, ജൂൺ അവധി 11,180 രൂപ. കൊപ്ര 8,565-നും 8,800-നും ഇടയിൽ. പിണ്ണാക്ക് എക്സ്പെല്ലർ 2,900 രൂപ, പിണ്ണാക്ക് റോട്ടറി 3,000 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 50,900 രൂപ, ഗാബിൾഡ് 52,900 രൂപ. ചുക്ക് മീഡിയം 23,000 രൂപ, ബെസ്റ്റ് 24,000 രൂപ. മഞ്ഞൾ നാടൻ 6,200 രൂപ, അടയ്ക്ക പുതിയത് 14,500-നും 15,500-നും ഇടയിൽ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 350 രൂപ മുതൽ 400 രൂപ വരെ, തൊണ്ടില്ലാതെ 650 രൂപ മുതൽ 670 രൂപ വരെ. ജാതിപത്രി 800 മുതൽ 880 രൂപ വരെ, ഗ്രാമ്പു 950 മുതൽ 1,050 രൂപ വരെ. റബ്ബർ RSS 5 ഗ്രേഡ് 14,350 രൂപ, RSS 4 ഗ്രേഡ് 14,880 രൂപ, ഒട്ടുപാൽ 11,000 രൂപ, ലാക്ടസ് 10,300 രൂപ. കമ്പോള അവലോകനം. റബ്ബർ അവധി വ്യാപാരത്തിലെ തളർച്ചയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ കൊച്ചിയിലും കോട്ടയത്തും ഷീറ്റ് വില താണു. ടയർ കമ്പനികൾ മികച്ച ഇനം ഷീറ്റിന് വില 14,850 രൂപയായി താഴ്ത്തി. വില തകർച്ച കണ്ട് കർഷകർ രംഗത്ത് നിന്നും വിട്ടുനിന്നു. കോഴിക്കോട് വെളിച്ചെണ്ണ വില 13,300 രൂപയായി ഉയർന്നെങ്കിലും സംസ്ഥാനത്തെ മറ്റു വിപണികളിൽ എണ്ണ വില സ്റ്റഡിയാണ്. അതേസമയം തമിഴ്നാട്ടിൽ വെളിച്ചെണ്ണയ്ക്ക് 200 രൂപ തുടക്കത്തിൽ കുറഞ്ഞു. മലയോര മേഖലയിൽ നിന്നുള്ള കുരുമുളക് നീക്കം ചുരുങ്ങിയത് വിലക്കയറ്റം ഉളവാക്കുമെന്ന നിഗമനത്തിലാണ് കർഷകർ. ഇക്കുറി കുരുമുളക് ഉൽപ്പാദനം കുറവാണ്. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 35.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.7. കോഴിക്കോട് 35.7, 25.9. കൊച്ചി 34, 25.2. ആലപ്പുഴ 35.2, 25.7. പുനലൂർ 36, 22.6. തിരുവനന്തപുരം 34.3, 25.1. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.